ഇപ്പോൾ IMD ഡയറക്ടർ നീത കെ ഗോപാൽ ടെലിഫോൺ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ശ്രീ നീത കെ ഗോപാൽ. ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തൊക്കെ വലിയ രീതിയിൽ നാശം വരുത്തിയിട്ടുണ്ട്, തമിഴ്നാട് തീരത്തേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ മൂടിക്കെട്ടിയ ആകാശം നാളെ ഉച്ചവരെയെങ്കിലും കാണും. പിന്നെ മഴയ്ക്ക് സാധ്യതയുള്ളത് നമ്മുടെ മലയോര ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ് ആ ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ പിന്നെ അതോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നാളെ ഇന്നിപ്പോ ആ സൈക്ലോൺ നിൽക്കുന്നത് കേരളത്തിന് അടുത്തെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഏകദേശം ഒരു 400-500 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ മേഘങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബാധിക്കുന്നുള്ളൂ. നാളെ 30-ാം തീയതി ഉച്ചയോടുകൂടി അത് തമിഴ്നാടിന്റെ ഏറ്റവും വടക്ക് പ്രദേശത്തേക്ക്, ചെന്നൈക്ക് സമീപത്തേക്ക് എത്തും. അപ്പൊ അതുവരേക്ക് അതിനൊരു സൈക്ലോണിക് സ്റ്റോമിന്റെ ഇന്റൻസിറ്റി ഉണ്ടാകുമെങ്കിൽ കൂടി കേരളത്തെ അത് ബാധിക്കില്ല. ഒരു രീതിയിലും ശക്തിയായ കാറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ശ്രീലങ്കയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ കാര്യം ഈ സൈക്ലോൺ ശ്രീലങ്കയുടെ തെക്ക് നിന്ന് വടക്ക് വരെ ശ്രീലങ്കയ്ക്ക് അകത്തുകൂടിയാണ് പോയത്. ശ്രീലങ്കയുടെ തീരപ്രദേശം ചേർന്ന് ശ്രീലങ്കയ്ക്ക് അകത്തുകൂടിയാണ് പോയത്. അതുകൊണ്ടാണ് അവിടെ അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റും പ്രളയവും എല്ലാം ഉണ്ടായി. അവിടെ ജീവഹാനിയൊക്കെ ഉണ്ടായി, വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി. പക്ഷെ ഇന്ത്യയുടെ അടുത്തേക്ക് എത്തും തോറും ഇത് തീരം ചേർന്നാണ് പോകുന്നത്. അപ്പൊ തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് ഇതുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ, അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ കേരളത്തെ ഇത് ഒരു രീതിയിലും ബാധിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില പ്രൈവറ്റ് ഏജൻസികളും ഒക്കെ ഈ വെതർ മോഡലുകൾ മാത്രം നോക്കിക്കൊണ്ട് ഇത് കേരളത്തിലെ ബാധിക്കും അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടക്കും എന്നുള്ള രീതിയിലും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇങ്ങനെയുള്ള ഈ തീവ്ര കാലാവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള വെതർ സിസ്റ്റംസ് ഒക്കെ വരുമ്പോഴും ഒഫീഷ്യൽ ഏജൻസികളുടെ ബുള്ളറ്റിൻ നോക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം അതാണ്. കാരണം ഇത് IMD പോലുള്ള ഒഫീഷ്യൽ ഏജൻസികൾ, IMD നമ്മുടെ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്, അതായത് അന്തരീക്ഷത്തിലെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് റഡാർ, സാറ്റലൈറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഒബ്സർവേഷൻസും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ട്രാക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പൊ ആ ട്രാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഇത് കേരളത്തിന് ഒരു രീതിയിലും ബാധിക്കില്ല. അതിശക്തമായ കാറ്റിന്റെ ഒരു വയലറ്റ് കളർ ഷെയ്ഡിംഗ് ഉള്ള ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതും കേരളത്തെ ഒരു രീതിയിലും കേരളത്തിന് അടുത്തുകൂടിയല്ല അത് പോകുന്നത്. തമിഴ്നാട് തീരത്ത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ അല്ലെങ്കിൽ തീവ്ര കാലാവസ്ഥയോ അല്ലെങ്കിൽ കാറ്റോ മഴയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് സുരക്ഷിതരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ കാര്യം ഒന്ന് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ കേരളത്തിലെ ഈ ജില്ലകളിൽ ഇന്നിപ്പോൾ ഈ അലേർട്ട് നൽകിയിട്ടുണ്ടല്ലോ, ഈ മുന്നറിയിപ്പ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. അപ്പോൾ ഇനി ഈ ഒരു മഴയുടെ ഒരു സാധ്യത അത് എത്ര ദിവസം വരെ നമ്മൾ പ്രതീക്ഷിക്കണം? മഴയുടെ അലേർട്ട് ഇന്ന് മാത്രമാണല്ലോ കൊടുത്തിട്ടുള്ളൂ. നാളെ മുതൽ അലേർട്ടുകളൊന്നുമില്ല എന്ന് കരുതി നമ്മുടെ ഈ തുലാവർഷ കാലത്തുണ്ടാകുന്ന, പിന്നെ പ്രത്യേകിച്ചും ഈ 30-ാം തീയതിക്ക് ശേഷം ഈ സൈക്ലോൺ കടലിൽ തന്നെ അത് നിർവീര്യമാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മുടെ തുലാവർഷ കാലത്തിന്റെ ആ ഒരു ടിപ്പിക്കൽ പാറ്റേൺ, അതായത് കിഴക്ക് നിന്ന് കാറ്റൊക്കെ വീശാൻ തുടങ്ങുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന നേരിയ മഴയോ മിതമായിട്ടുള്ള മഴയോ ഒക്കെ കിട്ടാനുള്ള സാധ്യത പിന്നീടുണ്ട്. പക്ഷെ നമുക്കൊരു അലേർട്ട് കൊടുക്കേണ്ട, ഒരു വാർണിംഗ് കൊടുക്കേണ്ട രീതിയിലേക്കുള്ള മഴ ഇതിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കേണ്ട സാധാരണഗതിയിലുള്ള മഴയേ ഉള്ളൂ ഇനിയുള്ളൂ. അപ്പൊ ഇന്ന് ഇന്ന് കൊടുത്തിരിക്കുന്ന അലേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്ലോണിനോടനുബന്ധിച്ച് ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ആ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജില്ലയ്ക്ക് മൊത്തം കൂടിയാണ് അലേർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജില്ല മുഴുവനും അലേർട്ട് ബാധകമാണെന്നുള്ള പോലെ. പക്ഷെ മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മലയോര മേഖലകളിൽ മാത്രമാണ്. അപ്പൊ നാളെയോടുകൂടി മഴ കുറയും. നാളെ ഉച്ചയോടുകൂടി ഈ മേഘാവൃതമായ ഈ സാഹചര്യവും മാറും. ഇപ്പോൾ ഉള്ള ഈ തണുത്ത അന്തരീക്ഷവും എല്ലാം നാളെയോടുകൂടി അത് മാറും. ശരി, വളരെ നന്ദി ശ്രീ നീത കെ ഗോപാൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.